ഹലോ മച്ചന്മാരെ, ഏജ് ബിസിനസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് എൻ്റെ ഫസ്റ്റ് നോ ലിമിറ്റ്സ് ആണ്. ആദ്യമായിട്ടാണ് കൂട്ടുകാരെല്ലാം ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് കിടക്കാം. മച്ചന്മാരെ, കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തിയത് കാർ സെയിൽസിൻ്റെ നമ്മൾ പൂർത്തിയാക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ വീഡിയോ ഇടാൻ പറ്റാൻ കുറേ പൈസകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നത്തെയും പറയുന്ന പോലെ പൈസകളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുണ്ടായേ ഇനി ഇതിൻ്റെ ഇടയിൽ കുറേ മുടക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എന്തായാലും എടുക്കുന്നതാണ്. ഇതിൽ കുറവുള്ളതായിരിക്കും നമ്മൾ ഏറ്റവും അധികം തീർക്കും. പിന്നെ പുതിയൊരെണ്ണം കൂടി അവയ്ക്കണതിൻ്റെ അതും കൂടി ഒന്ന് നോക്കണം. നമുക്ക് ആദ്യം ഇതിലേക്ക് തന്നെ കളിക്കാൻ പോകാം. ഇതിൽ പവർ സെറ്റാണ്. ഒരു സാധനം അത് കിട്ടും. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ആ സാധനം ഒരു കാർഡാണ്. അതുവഴി നമുക്ക് നമ്മുടെ കാറ് അപ്ഗ്രേഡൊക്കെ ആക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ടീമിൽ നമ്മളിപ്പം റേസിങ്ങുള്ളത് ഒരുത്തും മാത്രമല്ല. നമുക്ക് പേടിക്കില്ല, സിമ്പിളായിട്ട് ജയിക്കുന്നു. നമുക്ക് അതിൻ്റെ ഇടയിൽ കുറേ സാധനങ്ങൾ വെച്ചു. അത് നമ്മൾ എന്തായാലും ജയിച്ചു. നമ്മൾ പോരാത്തിന് ഇത് നമ്മൾ ഇതുവരെ കളിക്കാത്ത ഏതൊരു സ്ഥലമായിരുന്നു, പുതിയ സ്ഥലം. ഭാഗ്യം നമ്മൾ ഈ കാർ എടുത്തുകൊണ്ട് ജയിച്ചു. മറ്റേ കാർ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കയറും അവൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു മാത്രമേ വിചാരിക്കുന്നു. നമുക്ക് ഈ സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ അപ്ഡേഷനൊക്കെ നടന്നു. അതാണ് ഒന്നുകൂടി ലാഗാവുണ്ടായ കാരണം. പിന്നെ ഇത് സെറ്റാക്കി. ഇനി ഇതല്ല, ഇതായിരുന്നു നമ്മൾ കളിച്ചത്. സോറി ഇതല്ല, ഇത് അതിന് തന്നെ ബാക്കിയെല്ലാം നമ്മൾ 10 ഉണ്ട്. ഇതിലും അതേ ഐറ്റം, വേറെ ഏതൊരു കാറിന് ഏതൊരു ഐറ്റമാണ് കിട്ടണം. അത് നമ്മൾ ഒറ്റയ്ക്കാൻ പറ്റുക. സമയത്തിൻ്റെ സമയത്തിനാണെങ്കിൽ വിളിക്കണ്ട. പക്ഷേ സമയത്തിനുള്ളിൽ എത്തിയില്ലെങ്കിൽ നമ്മൾ മിക്കവാറും പോകും. നമ്മളിങ്ങനെ വളച്ച് നമ്മൾ ഞാൻ വിചാരിച്ച സൈഡിൽ തട്ടിയിട്ട് ഒന്നും തട്ടാൻ സിമ്പിളായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ മറ്റേ കുറേ വേസ്റ്റൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പോയി നമ്മൾ ജയിച്ചു. ഞാൻ വിചാരിച്ചത് നോക്കും ഇതും അതുപോലെ വേറെ ഏതൊരു കാറിൻ്റെ അപ്ഗ്രേഡ് ചെയ്യാനുണ്ടാവും. 30ാമത്തെ ആനിവേഴ്സറി ആണ് ഇതിൻ്റെ ആനിവേഴ്സറി. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതും കൂടി കംപ്ലീറ്റ് ആക്കണം. ഇത് ലാസ്റ്റായി. നമ്മളിത് മാത്രം തോന്നുന്നു ലാസ്റ്റായി. ഇതിൽ വേണ്ട കാറായിട്ടില്ലാന്ന് തോന്നുന്നു. അതാന്ന് തോന്നുന്നു. ഇതിൽ വേണ്ട കാറില്ല, അതാണ്. അപ്പോൾ ഇതല്ലാത്ത ബാക്കിയെല്ലാം കളിക്കാം. ബാക്കി മുഴുവനായിട്ട് കംപ്ലീറ്റ് ആക്കാം. ഇത് മറ്റേ എടുത്ത് നമ്മൾ ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ വേറെ പേരുണ്ടായിരുന്നു, ഞാൻ പിന്നെ പറയാം. പിന്നെ ഇതിലിപ്പോൾ 3 പേരും നമ്മുടെ ഇപ്പം കളിക്കില്ല. വേറെ ഒന്നല്ല, ഒരു പുതിയ കാറ് കിട്ടിയിട്ടുണ്ട്. പുതിയ കാറ് നമ്മൾ സെറ്റാക്കി. അടുത്ത കാണിച്ചു തരാം.
അല്ല അവന്മാരുണ്ടല്ലേ ഓർഡറൊക്കെ ചെയ്താൽ നേരത്തെ അതേ സ്ഥലം നമ്മൾ നോക്കേണ്ട പുതിയ ലാഭം നമ്മളതായത് ഇതിനു മുമ്പ് കളിച്ചിരുന്ന സ്ഥലത്തെ അതേ സ്ഥലത്ത് തന്നെ എന്നാൽ വേറെ സ്ഥലത്ത് പോയിട്ട് ലാപ്പ് എടുത്ത് കളിക്കുക അങ്ങനെയാണെങ്കിൽ കളിപ്പോൾ ഞാൻ എന്തായാലും കളിക്കും വളരെ കൂളായിട്ട് നമ്മൾ കാറിങ്ങനെ പോയി അവരെ തോപ്പിച്ചു. വളരെ കൂളായിട്ട് സിമ്പിളായിട്ട് പോയിട്ട് അവരെ തോപ്പിച്ചു നമ്മൾ. ഇത് നമ്മളത്തേക്ക് ഇനി ഇതിലൊരെണ്ണം കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഇത് നമ്മളിപ്പോൾ എടുത്ത ഇതാന്ന് തോന്നുന്നു. അത് തന്നെയായിരുന്നു. ഇതും കൂടി കംപ്ലീറ്റ് ആക്കാം. ഇത് ടൈമില്ല. ടൈമിൽ എളുപ്പമല്ല, ടഫാണ്. കൂടുതൽ സാധനം വരാം. നമുക്ക് നോക്കി നോക്കാം. ടൈമിൻ്റെയാണ് കൂടുതൽ ഉള്ളത്. ഇപ്പോൾ ഇത് രാത്രിയാണ്. രാത്രിയുടെ 3 നമുക്ക് രാത്രി അതൊന്നും ഇടാറില്ല. ഇരിക്കാൻ പോകാൻ നോക്കാം. പരമാവധി ഇരിക്കാൻ പോകാൻ നോക്കാം. അതിൻ്റെ അവിടെ ചാടുന്ന സാധനമുണ്ട്. ചാടുന്ന സാധനം മാറ്റി നോക്കി പുതിയ മോഡിൽ ചാടുന്ന സാധനം ഇവിടെ മുമ്പ് വലിച്ചാൽ സ്ഥലം നമ്മൾ എയറിൽ വെച്ചിട്ട് നമ്മൾ ജയിച്ചു. എയറിലല്ലോ ചാടിയിട്ടാണ് നമ്മൾ ജയിച്ചത്. സമയത്തിനുള്ള നമ്മൾ എത്തിയതുകൊണ്ട് സെറ്റ്. ചില റേസിൽ നമുക്ക് സമയത്തിന് എത്താൻ പറ്റാറുണ്ടാവില്ല. സമയത്തിന് എത്താൻ പറ്റി. അപ്പം അത് കമ്മില്ല. ഇനി അതിൻ്റെ 5-ാം ദിവസമാണോ ഇനി ഇത്. ഇത് നമ്മുടെ പുതിയ കാറാണ്. ഈ കാറ് വിചാരിക്കുന്ന പോലെയല്ല. പെട്ടെന്ന് നമുക്ക് അങ്ങനെ കൺട്രോൾ കിട്ടാറില്ല. ഇതിന് മുമ്പത്തെ പല റേസുകളെടുത്ത് നോക്കിയാൽ കാണാം നമുക്ക്. നിങ്ങൾക്ക് എന്തിട്ടാണ് ഈ കാറ് എന്തിട്ടാ എന്താ പറയുക, നമ്മുടെ കാർ മാത്രമാണ് ഇതിൽ നമ്മുടെ കാറിൽ ഏറ്റവും, അതായത് നമ്മുടെ എൻ്റെ അടുത്തുള്ള കാറിൽ ഏറ്റവും പവർ കൂട്ടിയ കാറ് ബ്ലാക്ക് കാറാണ്. ഇതൊന്നും ഇതിൻ്റെ അത്ര പവറില്ല. പിന്നെ എല്ലാം പവർ പറഞ്ഞ കാറാണ്. ബാക്കിയെല്ലാം ഒരു മുൻകൂട്ടിയിലൊക്കെ ബാക്കി എല്ലാത്തിനും കാറില്ല. നമുക്ക് എങ്ങനെയും ജയിക്കാം. ഞാൻ ശ്രദ്ധിച്ചു ആദ്യം ശ്രദ്ധിച്ചില്ല, പിന്നെ ശ്രദ്ധിച്ചാൽ നമ്മളെക്കാൾ പവർ കൂടി കാറാണ് ഫസ്റ്റും സെക്കൻഡും പോണ കാറാണ്. ഇപ്പോൾ സെക്കൻഡ് കിട്ടുന്നത് നമ്മൾ ഇടിച്ചിടാൻ നോക്കി. നമ്മൾ ഇപ്പോൾ വീട് നിൽക്കുന്നുണ്ട്. അവന്മാർ നമ്മളെ ഇടിച്ചിടാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല. നമ്മുടെ അടുത്ത് അവന്മാരെ കളി തോപ്പിച്ചു കൊടുത്തവർക്ക് നമ്മൾ കണ്ടില്ല. നമ്മളെക്കാൾ പവർ കൂടി 492, 509. പിന്നെ അടുത്ത മാത്രം നമ്മളെക്കാൾ പവർ വന്നത്. അതിൽ അവരെല്ലാവരും മേടിച്ച് നമ്മൾ ജയിച്ചു. മച്ചന്മാരെ സെറ്റ് നമ്മുടെ അടുത്താക്കത്തെ കാര്യം. പിന്നെ ഈ കാറിൻ്റെ ഈ പെയിൻറ്റ് നമ്മൾ അടിച്ചെടുത്തൊന്നുമല്ല. ഇത് ഓൾറെഡി ഈ കാറിന് ഉണ്ടായിരുന്ന പെയിൻ്റ്. ഞാൻ മേടിക്കുമ്പോൾ തന്നെ കാണിച്ചു തന്നായിരുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അത് പെയിൻറ്റ് ഇത് ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഈ കളർ മാറ്റാൻ ഒന്നും ചെയ്യാൻ പറ്റാറില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ എടുക്കുന്ന അതിൽ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ പോയിട്ടാണ് നമ്മളെല്ലാം മാറ്റാറ്. പക്ഷെ അത് ചെയ്യാൻ പറ്റാറില്ല. പോയിട്ടാക്കി ഇത് ഇതും കൂടിയും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇതിൽ അതിൽ 2 വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോൾ അതിൽ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാറിൻ്റെ കളറൊന്നും മാറ്റാൻ പറ്റിയില്ല.
പിന്നെ അതിൻ്റെ കാരണങ്ങൾ അറിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടിപൊളിയാണെങ്കിൽ അടിപൊളിയാക്കി പറ്റുകയാണെങ്കിൽ ഞാൻ പിന്നെ ബാക്കിയുള്ളതെല്ലാം മാറ്റമാക്കാം. എന്തായാലും കളിക്കും. സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും മറ്റേ നമ്മൾ ഇന്ന് കുറേ ലെവല് സെറ്റാക്കി ഇരിക്കുന്നുണ്ട്. ഏകദേശം മിക്ക എണ്ണം എടുത്തു. ഇത് ഒഴിച്ച് ബാക്കിയല്ല. ഇതിലെന്താ പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ നാട്. ഇത് 5ാമത്തെ ലെവലായി. ഇത് 5ാമത്തെ ലെവലായി. ഇത് 5ആയി. ഇത് 5. അതായത് ഒക്കെ ലാസ്റ്റ് റൗണ്ട്. ഇത് ബാക്കി എല്ലാതും ലാസ്റ്റ് റൗണ്ട് അല്ല. ഇതും കൂടി അടിച്ചാൽ ലാസ്റ്റ് റൗണ്ട്. ഇതും കൂടി അടിച്ചാൽ ഇതും ലാസ്റ്റ് അല്ല. ഇതിൽ ഈ ഫസ്റ്റ് നിൽക്കുന്ന കുറച്ചല്ല നമ്മുടെ ഇതാണുള്ളത്. എന്താ പറയുക, ഫസ്റ്റ് നിൽക്കുന്നതിൽ എല്ലാത്തിലും ഉള്ളത് എന്താ പറയുക 6 ലെവൽ. ബാക്കി എല്ലാത്തിലും 5 ലെവലുള്ളൂ. പിന്നെ നമ്മളിത് പെട്രോൾ തീർന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇനി കളിക്കാറില്ല. പിന്നെ പുതിയ ഇതുണ്ട്. ഇതും കൂടി നമുക്കൊന്ന് നോക്കി വെക്കാം പറ്റുകയാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇതുപോലത്തെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.